ജീവിതം എപ്പോഴും അങ്ങനെയായിരുന്നു വരും. മുൻകൂട്ടി നിശ്ചയിച്ചൊന്നും ഒരിക്കലും നടന്നിട്ടില്ല. സംഭവിച്ചതൊക്കെ അപ്രതീക്ഷിതമായിരുന്നു. അതിന്റെ ആഘാതം ചെറുതുമായിരുന്നില്ല. രാധിക വിളിക്കുന്നു. ഹലോ. ആ വരുൺ, ഞാനൊന്ന് ഫിദ മാഡത്തിന്റെ അടുത്തേക്ക് പോവാണേ. ഫിദ മാഡത്തിന്റെ അടുത്തേക്കോ? ആ അതെ, ഞാൻ കുറച്ച് ഗുലാബ് ജാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഫിദ മാഡത്തിന് കുറച്ച് മാറ്റിയും വെച്ചു. അമ്മയ്ക്ക് മധുരം കൊടുക്കേണ്ടത് മോളുടെ ചുമതലയാണല്ലോ. ഞാൻ പോയിട്ട് വരാം. എടോ, താനിപ്പോ ഇറങ്ങാൻ നിൽക്കണ്ട. അതെന്താ, എന്തു പറ്റി? അതെ, ഫിദ മാഡത്തിനെ ഞാനിപ്പോ വഴിയിൽ വെച്ച് കണ്ടിരുന്നു. അത്യാവശ്യമായിട്ട് എങ്ങോട്ടോ പോവാണെന്നാ പറഞ്ഞേ. അയ്യോ, ഞാൻ ഇപ്പൊ തന്നെ ഇറങ്ങാന്ന് വിചാരിച്ചതാ. കുറച്ചു മുമ്പേ ഒന്ന് വിളിക്കാനും തോന്നിയില്ല. അതിന് താനിങ്ങനെ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. താന് അതൊരിടത്ത് എടുത്ത് വെക്ക്. ഞാൻ വന്നിട്ട് നാളെ നമുക്ക് രണ്ടുപേർ കൂടെ ഒരുമിച്ച് കൊണ്ടു കൊടുക്കാം. അതൊക്കെ ശരി തന്നെയാ. നാളെ പോവാൻ തീരുമാനിക്കുമ്പോ തിരക്കാണെന്ന് മാത്രം എന്നോട് പറഞ്ഞു കളയരുത്. ഇല്ലെന്നേ, തന്റെ അമ്മയുടെ കാര്യത്തില് ഞാനങ്ങനെ ഉപേക്ഷ വിചാരിക്കൂ? ശരിയെന്നാ, ഞാനത് എടുത്തു വെക്കട്ടെ. ശരി. അപ്പൊ ഈ നിമിഷം മുതൽ അമ്മയും മോളെയും ഒന്നിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഞാൻ അങ്ങ് തുടങ്ങാൻ പോവാ. ഹാപ്പിയല്ലേ ശ്യാമ മാഡം? ചേടാ, ഇത്രയും വലിയൊരു കാര്യം പറഞ്ഞിട്ട് ഒന്ന് ജസ്റ്റ് ചിരിക്കെങ്കിലും ചെയ്തൂടെ? എല്ലാം ശരിയാവും മാഡം. ലോകത്ത് ഒരു ശക്തിക്കും ഒരമ്മയുടെയും മോളുടെയും സ്നേഹം തടുത്തു നിർത്താനാവില്ല. എന്തെങ്ങനെ നോക്കുന്നു? ഒന്നുമില്ല. എനിക്ക് പാട്ട് വന്ന വഴി ഏതാണെന്ന് എനിക്ക് മനസ്സിലായി. ഏത് വഴി? ജന്മം കൊണ്ട് കിട്ടിയ പാട്ടാണ് തനിക്ക്. അതെങ്ങനെയാ? അച്ഛനും പാടില്ല, അമ്മയും പാടില്ല. അത് ആറ്റുവാശ്ശേരിയിലെ അച്ഛനും അമ്മയല്ലേ? പക്ഷേ തന്റെ ശരിക്കുള്ള അച്ഛനും അമ്മയും പാട്ട് പാടുമായിരുന്നെങ്കിലോ? അവരുടെ പാരമ്പര്യമാണ് എനിക്ക് കിട്ടിയതെങ്കിലോ? ഇതെന്തിനാ ഇപ്പൊ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എനിക്കൊന്നും ഇഷ്ടമല്ലെന്ന് അറിഞ്ഞൂടെ? പിന്നെ ഇനി അവരുടെ പാരമ്പര്യമാണ് ഞാൻ പാടുന്നെങ്കില് പ്രിയങ്ക പാടുന്ന എങ്ങനെയാ? അവളും എന്റെ കൂടെ മ്യൂസിക് ക്ലാസ്സിൽ വന്നിരുന്നല്ലേ, പാടിയിരുന്നല്ലേ? പ്രിയങ്കയുടെ പാട്ട് വേറെ, തന്റെ പാട്ട് വേറെ. പ്രിയങ്ക പാടുമായിരിക്കും, പക്ഷേ തന്നെ പോലെ ആത്മാവുള്ള ഒരു ഗായിക അവൻ അവളെ കൊണ്ട് പറ്റിയിട്ടില്ല. ഞാൻ ആത്മാവുള്ള ഗായികയാണോ? പിന്നെ എന്നോളം മികച്ച പാട്ടുകാരിയാണെന്ന് ശ്യാമ മാഡം പറയുന്ന ഒരാൾ ആത്മാവുള്ള ഒരു പാട്ടുകാരിയാവാതെ പിന്നെ എങ്ങനെ ശരിയാവും? പിന്നെ തനിക്കൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. എന്താ? അല്ലെങ്കിൽ വേണ്ട, അത് ഞാൻ പിന്നെ പറയാം. പറഞ്ഞു കൊതിപ്പിച്ചിട്ട് പിന്നെ പറയാതിരിക്കല്ലേ. കാര്യം എന്താ? ഒന്നുമില്ലടോ, ഇവിടെ തൊട്ടടുത്ത് എവിടെ ഒരു ക്ഷേത്രത്തിൽ ഏതോ ഒരു പാട്ടുകാരി വരുന്നുണ്ട്. നാളെയോ മറ്റന്നാളോ കൃത്യസമയം എനിക്ക് അറിയാൻ പറ്റും. അവരവിടെ പാടുന്നുണ്ടെന്നാണ് ഞാൻ പറഞ്ഞു കേട്ടത്. ഏത് പാട്ടുകാരിയാ? അങ്ങനെ ചോദിച്ചാ ഗായിക ശ്യാമ, അങ്ങനെ എന്താണ് പറഞ്ഞു കേട്ടത്. ശ്യാമ മാഡത്തിനെ കുറിച്ചാണ് ഈ പറയുന്നത്? ഇത്ര നിസ്സാരമായിട്ട്? ഏതോ ഒരു പാട്ടുകാരി എന്നൊക്കെ പറയുന്നത് മോശമാണ് കേട്ടോ. ശ്യാമ മാഡത്തിനേക്കാളും മികച്ചൊരു പാട്ടുകാരി ഉണ്ടോ? ഇങ്ങനെ ബഹുമാനം ഇല്ലാതെ ഒന്നും സംസാരിക്കരുത്, എനിക്ക് ദേഷ്യം വരുവേ. താനാരാ? ശ്യാമ മാഡത്തിന്റെ വക്കീലോ? അതെ, ഞാൻ ശ്യാമ മാഡത്തിന്റെ വക്കീല് തന്നെയാ. ശ്യാമ മാഡത്തിന് ആരെങ്കിലും കുറ്റം പറയുന്ന കേട്ടാ ശ്യാമ മാഡത്തിന് വേണ്ടി ഞാൻ വാദിക്കും. ബഹളം വെക്കേണ്ടി വന്നാ ബഹളം വെക്കും. എന്റെ ദൈവം ഭഗവാൻ കൃഷ്ണന് വേണ്ടി എത്രമാത്രം സംസാരിക്കുന്നുവോ അത്ര തന്നെ ശ്യാമ മാഡത്തിന് വേണ്ടി ഞാൻ സംസാരിക്കും. എന്നിട്ട് പറഞ്ഞേ, ഏതമ്പലത്തിലാ?
എന്നാ വരുന്നേ? അതൊക്കെ നമുക്ക് പിന്നെ തീരുമാനിക്കാം. പക്ഷേ ഇപ്പൊ അവൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അത് നടക്കണം. അവൾ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന, ദൈവത്തെ പോലെ കാണുന്ന ശ്യാമ എന്ന ഗായികയെ അവൾ നേരിട്ട് കാണണം. അവള് ശ്യാമയെ പോലെയാ, ശ്യാമയുടെ ശബ്ദമാന്നൊക്കെ പലരും പറഞ്ഞ് അവൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ശ്യാമയുടെ രൂപം അവളെ നേരിട്ട് കാണുമ്പോ എന്തായാലും അവളുടെ മനസ്സിൽ എന്തോ ഒന്ന് കൊളുത്തി വലിക്കും. ശരിയാ ചെറിയമ്മേ, അമ്മയും മകളെന്ന് പറയുന്നത് ചെറിയ ബന്ധമൊന്നും അല്ലല്ലോ. നിങ്ങൾ തമ്മിൽ കാണുന്ന നിമിഷം മുതൽ രാധികയുടെ മനസ്സ് ചില ചോദ്യങ്ങളൊക്കെ ഉയർന്നു തുടങ്ങും. പിന്നെ പതുക്കെ പതുക്കെ അവൾ അതിനോട് പൊരുത്തപ്പെട്ടു തുടങ്ങും. അമ്മയോട് വെറുപ്പാണെന്ന് ഇപ്പൊ പറയുന്നത് പോലെ ആയിരിക്കില്ല. ചിലപ്പോ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെയോ അതിലിരട്ടിയോ അത്രയൊക്കെ ആയിരിക്കും അവളുടെ റിയാക്ഷൻ. ശ്യാമ ധൈര്യമായിട്ടിരിക്കെ. ആദ്യം അവൾ കാലങ്ങളായി കാത്തു സൂക്ഷിക്കുന്ന കാഴ്ച നടക്കട്ടെ.